എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വീഡിയോ ഞങ്ങളെ അറിയുന്ന വളരെ കുറച്ച് പേർക്കുള്ള ഒരു വീഡിയോ എന്നുള്ള കാര്യം. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഒരു 2 പാർട്ട് എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണത്. അത് നല്ലപോലെ വ്യൂസ് പോയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണത് ഇന്നലെ ആയിരുന്നു. ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ സൈഡും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനത് പോസ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ഓഡിയോയിൽ എൻ്റെ ഭർത്താവ് ലിൻഡോ എന്നാണ് അവൻ്റെ പേര്. ലിൻഡോ പറയുന്നുണ്ട്, അവൾ എന്നെ 4-5 സ്റ്റേഷനിൽ കയറ്റി, നീ എന്നെ എന്തുണ്ടാക്കിയെന്ന് ചോദിക്കട്ടെ എൻ്റെ അടുത്ത്. ശരിയാണ്, കഴിഞ്ഞ ഡിസംബർ മുതൽ 4-5 സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അങ്കമാലി സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ റെൻറ്റിന് താമസിക്കുന്നത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാലടി സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കാലടി സ്റ്റേഷനിലേക്ക് പോയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം അവർ പറഞ്ഞു ഡൊമസ്റ്റിക്കിന് കേസെടുക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് ശരിക്ക് ഞാൻ പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ കേസല്ല എടുക്കേണ്ടത്, എനിക്ക് എൻ്റെ വീട്ടുകാർ വരും, എനിക്ക് അവരുടെ കൂടെ പോകണം, അതുവരെ എനിക്ക് സേഫ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അവർ അന്ന് എന്നെ കൊണ്ടുവന്നതിന് ശേഷം ഡിസംബർ 25-ആം തീയതി എന്നെ കൊണ്ടുവന്നതിന് ശേഷം സൂസൈഡ് അറ്റംപ്റ്റിന് മണ്ണത്തേക്ക് കേസ് പോയിട്ടുണ്ടായിരുന്നു. ഒല്ലൂർ സ്റ്റേഷനിൽ ഞാൻ ജനുവരിയിൽ പെറ്റീഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ ഉപദ്രവം ഉണ്ടെന്നുള്ള രീതിക്ക്. അപ്പം അന്ന് ജനുവരിയിൽ ഇവനെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിച്ച് മേടിച്ചതാണ്. ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിടിപ്പിച്ച് മേടിച്ചതാണ്. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ലേ. ഡിസംബർ മുതൽ ഞാൻ എൻ്റെ വയറ്റിൽ കൊച്ചിനെ വെച്ച് കയറിറങ്ങി നടക്കുമ്പോൾ ഇപ്പം ഞാൻ നടക്കുന്നത് കയ്യിലും കൊച്ചിനെ പിടിച്ചുകൊണ്ടാണ്. കോടതി, പോലീസ് സ്റ്റേഷൻ. ഇന്ന് എന്നെ കാലടി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആലുവ സൈബറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ലിൻഡോ ആൻഡു ഇങ്ങനെ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, അയാളെ പറ്റിയും അയാളുടെ വീട്ടുകാരെ പറ്റിയിട്ടും ഇല്ലാത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്തതാണെന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ലിൻഡോ? പറ്റുമോ? വിത്ത് പ്രൂഫായിട്ടാണ് ഞാൻ സംസാരിക്കണത്. അവ എനിക്കെതിരെ കഴിഞ്ഞ സ്റ്റേഷനിൽ പോയപ്പോൾ, തിങ്കളാഴ്ച സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, അവ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അവർ പറഞ്ഞു, നീ ഇനി ഇടരുത്. അപ്പം അവൻ ഓക്കെ. നാളെ ഇതിപ്പോൾ ഞാൻ ചെയ്താൽ, ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്തും എന്നോട് അവർ ഇതല്ല പറയുള്ളൂ, ഇനി ചെയ്യരുതെന്നുള്ളത്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുമോ? ഡിസംബർ മുതൽ ഞാൻ സകലത്ര സ്ഥലത്തും കയറിറങ്ങണതാണ്. എൻ്റെ കൂടെ ആരാ നിന്നത്? കുട്ടീനെ കൊണ്ട് കയറിറങ്ങി നടക്കുന്ന സമയത്ത് പോലെ ആർക്കും ഒരു സഹതാപം തോന്നണില്ലല്ലോ. എന്തുകൊണ്ട് അതില്ലാത്തത്? അന്ന് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിയോ? പല കഥകളാവും നടക്കണ്ടാവും പുറത്ത്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു, ചത്ത് കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ അയ്യോ പാവെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ എന്തൊക്കെയാണ്. ശരിയാണ്, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവും പോസിറ്റീവും ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്. 2 സൈഡും കേൾക്കണം. ശരിയാണ്, 2 സൈഡും കേൾക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അവൻ മാതിരി തെറി വിളിക്കണം. ശരിയാണ്, അവ ആ വിഹിതത്തിന് പോയപ്പോൾ ഞാൻ അതിന് കൂട്ടുനിന്നില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ എത്രയും പ്രൂഫ് ഉണ്ടാക്കിയതാണ് അതിനേക്കാൾ വലിയ തെറ്റ്. ഇവിടെ എന്താ ഉള്ളത്? ഞങ്ങളുടെയൊക്കെ കൂടെ നിന്നൊക്കെ എന്ത് നിയമമുള്ളത്? അല്ലെങ്കിൽ ആരാ ഉള്ളത്? വീട്ടുകാരുടെ സപ്പോർട്ടില്ല, നാട്ടുകാരുടെ സപ്പോർട്ടില്ല, ബന്ധുക്കളുടെ സപ്പോർട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ പോയി ചത്തിലിങ്ങനെ അതിശയുള്ളൂ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങളെപ്പോലുള്ളവർ എന്നും ജീവിക്കും. ഇത് മടുപ്പിച്ച് കൊല്ലാണ് ഞങ്ങളൊക്കെ. എനിക്ക് ഈ വീഡിയോ എടുത്തിട്ട് വൈറലാവാനാണെങ്കിൽ നിന്റെ ജിമ്മിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നിന്റെ ജിമ്മിലത്തെ മറ്റേ വ്യക്തിയുടെ ഫോട്ടോയോ എനിക്ക് ഇട്ടാൽ മതി. നിനക്ക് അറിയാതെ ആരാണ്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനത് വൈറലാവാൻ ചെയ്തതാണെങ്കിൽ എനിക്കത് ഇട്ടാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും മടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സപ്പോർട്ടില്ല, വീട്ടുകാരുടെ ഭാഗത്തുനിന്നില്ല, ബന്ധുക്കളുടെ ഭാഗത്തുനിന്നില്ല. എന്നെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചതാണ്. എത്ര നാളെ മിണ്ടാണ്ടിരുന്ന് സഹിച്ച് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണ്. യൂണിവേഴ്സലിൽ നിന്നും കാലടി സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ട് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, പ്രൂഫൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്നോട് ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം ഇത് ഞാൻ അവന് ഓൾറെഡി വാണിംഗ് കൊടുത്തൊരു കാര്യമാണ്. അവർ പറഞ്ഞു, നിങ്ങൾ തല്ലണ വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തല്ലിയതാണ്. എൻ്റെ കുട്ടിയുടെ മാമോദിസ നടത്തില്ല എന്ന് പറഞ്ഞ് അവൻ തെറി വിളിച്ച സമയത്ത് അങ്കമാലി ജിമ്മയിൽ പോയിട്ട് അവന് ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ ചോദിച്ചതാണ്, കുട്ടി എന്താണ് ചെയ്തത് നിന്നോട് എന്നുള്ളത്.
ഞാൻ തന്നെ തല്ലി, ശരിയാണ്, ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് തല്ലി. നീ എന്നെ തല്ലിയ വീഡിയോ ക്ലിപ്പുണ്ടോ നിൻ്റെ കയ്യിൽ? ക്യാമറ ഇല്ലാത്ത റൂമിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി എന്നെ കടിക്ക് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ? ഉണ്ടോ? വനിതാ സെല്ലിൽ കൊടുത്തു. അവൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി. ഇനി അത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടിപ്പിച്ച് മേടിച്ചു. എന്ത് ചെയ്താലും ഇങ്ങനെ എഴുതി ഒപ്പിടിപ്പിച്ച് മേടിക്കാനാണെങ്കിൽ എനിക്കത് ചെയ്തൂടെ? എന്തുകൊണ്ട് എനിക്ക് മാത്രം പറ്റില്ല? ഇപ്പോഴത്തെ കാലാവസ്ഥ ഒക്കെ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഈ പെരുമഴയത്താണ് ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് കോടതിയും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണത്. തിങ്കളാഴ്ച അവനെ കണ്ടപ്പോൾ അവൻ എടുത്ത് പുച്ഛിക്കായിരുന്നു. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്നും കഴിഞ്ഞ തിങ്കളാഴ്ച വരെ സ്റ്റേഷനിൽ വെച്ചിട്ട് അന്നും അതെന്നെ പറഞ്ഞു. എന്തുകൊണ്ട് ഇവന്മാർക്ക് ഇങ്ങനെ പറയണേ? ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയല്ലേ? കിടന്ന് നടക്കാൻ തന്നെ ഉള്ളൂ. നിന്നെപ്പോലുള്ളവർക്ക് എന്തിനാണ് കല്യാണം കഴിക്കണേ? ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണോ കല്യാണം കഴിക്കണേ? ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു വരി പോലും സത്യമില്ലാത്തതില്ല. അത് നിനക്ക് നല്ല പോലെ അറിയാം. വേണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്താ ഉപകാരം ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയണം, ഞാനത് വൈറലാവാൻ വേണ്ടി ഇട്ടൊരു കാര്യമല്ല. ഞങ്ങളറിയുന്ന കുറച്ച് പേർക്ക് അവർക്ക് വേണ്ടി ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞതാണ്, നീ മ്യൂച്വലായിട്ട് പൊക്കോ, മന്തിൽ എനിക്കൊരു എമൗണ്ട് തായോ എന്നുള്ള കാര്യം. നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞതാണ്. സ്വന്തം കുട്ടിക്ക് ഒരു മാലിട്ട് കൊടുത്തത് എവിടെ വെച്ചിട്ടാടാ? പള്ളിയിൽ വെച്ചിട്ടാണോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അല്ലേ? ഇത്രക്ക് പോരാല്ലേ? എന്ത് ചെയ്താലും എന്നെയല്ല എന്നുള്ള രീതിക്കാണ് നിന്നെ പോലുള്ളവർ നടക്കുക. കഷ്ടം. ഒടുക്കത്തെ തൊലിക്കെട്ട് തന്നെയാട്ടാ. നീ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടിപ്പോൾ എന്ത് കേസ് എടുക്കാൻ പറ്റുക? അവിഹിതത്തിന് കേസ് എടുക്കാൻ പറ്റില്ല, മർഡർ അറ്റംപ്റ്റിന് കേസ് എടുക്കാൻ പറ്റില്ല, തെറി വിളിച്ച കേസ് എടുക്കാൻ പറ്റില്ല. അവിഹിതത്തിന് കേസ് ഇല്ല. മർഡർ അറ്റംപ്റ്റിന് അവർ പറഞ്ഞത് വീഴണതും കൊല്ലാൻ നോക്കണതും കൊല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് പറയണായിരിക്കും എന്തേ എന്നെ കൊന്നു എന്നുള്ളത്. തെറി വിളിച്ച പിന്നെ കേസേ ഇല്ല, ഉപദേശം. ഇത്രയും ഞാൻ സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും എന്നെ ദ്രോഹിക്കണമെന്ന് നിർത്താണ്ടായപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യമായിട്ട് വന്നത്. ഞാൻ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തത് എന്തിനാണെന്ന് വിചാരിച്ചേക്കണം. നിനക്ക് അതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? ജിമ്മിനെതിരെ ഒരാൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാളെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. എന്താ റീസൺ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ പകുതി കാര്യങ്ങളെ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വീട്ടിലാരോടും പറയാണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. എൻ്റെ ഇഷ്ടത്തിന് മാത്രം. അത് ഞാൻ 3-4 ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് എൻ്റെ എല്ലാ വശവും ഞാൻ ചിന്തിച്ചിട്ടാണ് ഇട്ടിരിക്കണം. ഞാനൊരു കേസ് കൊടുത്താലോ ഞാനൊരു പരാതി പറഞ്ഞാലോ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ആരെയും പേടിക്കണ്ടേ? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന പോലെ അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ഇനിയിപ്പോൾ ആരെ പേടിക്കാൻ? ഇവനെ പോലെയുള്ളവരെയോ? എനിക്ക് ചെയ്യാൻ പറ്റണം നോക്കുന്ന ചെയ്തിടത്തോളമൊക്കെ മതി. ഇനി ഇതിനും കൂടുതൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നീ ചെയ്തോ. സന്തോഷമായിട്ടിരിക്കട്ടെ.